نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സൽപ്രവർത്തനങ്ങളും സ്വീകരിക്കുകയും അതിനെല്ലാം തക്കതായ പ്രതിഫലം നൽകുകയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ മനുഷ്യരാണ് നമ്മളെല്ലാവരും. നമുക്ക് മുമ്പും ഈ ദുനിയാവിലൂടെ ഒരുപാട് ആളുകൾ വിവിധ സമുദായങ്ങളിലായി ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലായി ജീവിച്ച് കഴിഞ്ഞു പോയ അവരുടെ പിന്മുറക്കാരായിക്കൊണ്ടാണ് നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഭൂമിയിൽ പിറന്നു വീണ ഓരോന്നും മരണപ്പെടും എന്ന സത്യം തിരിച്ചറിഞ്ഞവരാണ് നമ്മളെല്ലാവരും. മരണമില്ല എന്ന് വാദിക്കുന്ന ആരും തന്നെ ഈ ലോകത്തില്ല. മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവരും തിരിച്ചറിഞ്ഞ ഒരു സത്യമാണ്. ദൈവമില്ല, ദൈവത്തിന് അസ്തിത്വമില്ല എന്ന് വാദിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ പോലും ദൈവം ഏർപ്പെടുത്തിയ
മരണമെന്ന സംവിധാനത്തിൽ വിശ്വസിക്കുകയും അതിനെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. ആ മരണമാണ് ദുനിയാവിൽ വെച്ച് മനുഷ്യനുണ്ടാകുന്ന എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, എന്തൊക്കെ വേദനകളുണ്ടോ, ആ വേദനകളെക്കാളേറെ, ആ പ്രയാസങ്ങളെക്കാളെല്ലാം ഏറെ പ്രയാസപ്പെടുത്തുന്നത് മരണത്തിൻ്റെ വേദനയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മരണത്തിൻ്റെ പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ട്, അതിന് കഠിനമായ പ്രയാസമുണ്ട് എന്ന് റസൂലിൻ്റെ നാവിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ മരണപ്പെടുന്ന ഒരു മനുഷ്യനോട്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ മയ്യത്തിനോട് ഒരുപാട് ബാധ്യതകളുണ്ട്. അതിൻ്റെ ഇണക്ക് അതിനോട് ബാധ്യതയുണ്ട്, അതിൻ്റെ മക്കൾക്ക് അതിനോട് ബാധ്യതയുണ്ട്, അതിൻ്റെ സമൂഹത്തിലുള്ള ആളുകൾക്ക്, കുടുംബത്തിന്, മറ്റാളുകൾക്ക് ആ മയ്യത്തിനോട് ഒരുപാട് ബാധ്യതകളുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആ മയ്യത്തിനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറമാടണം, അതിനുവേണ്ടി നമസ്കരിക്കണം. ആ രൂപത്തിൽ ഒരുപാട് ബാധ്യതകളെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ മരണപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും കാലം തൻ്റെ ആവശ്യങ്ങൾ സ്വന്തം ഇഷ്ടാനുസരണം നടത്തിയിരുന്ന, തനിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ തൻ്റെ കാലുപയോഗിച്ച്, തൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടന്നെടുക്കുവാനും ആവശ്യങ്ങൾ നേടിയെടുക്കാനും സാധിച്ചിരുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുകൂടി അവൻ ഒരുക്കി വെച്ചിട്ടുള്ള 6 അടി മണ്ണിലേക്ക് അവൻ പോകുന്നത് ആളുകളുടെ ചുമലിലേറിയിട്ട്. പിന്നീട് മനുഷ്യന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് നമ്മൾ കണ്ടറിഞ്ഞ സത്യമാണ്. അങ്ങനെ ആ മരണപ്പെടുന്ന മയ്യത്ത് ആ സമയത്ത് അട്ടഹസിക്കുമെന്നാണ്. ആളുകൾ ചുമലിലേറ്റിക്കൊണ്ട് ആ മയ്യത്തിനെ മറമാടാൻ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ആ മയ്യത്ത് അട്ടഹസിക്കുമെന്ന്. അതാണ് റസൂൽ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ വളിഅത്തിൽ ജനാസതു വഹ്തമലഹാ അർറിജാലു അലാ അയനാഖിഹിം. ആ മയ്യത്തിനെ ജനങ്ങൾ അവരുടെ തോളിലേറ്റി കൊണ്ടുപോകുന്ന സമയത്ത് അത് അട്ടഹസിക്കും. ഫഇൻ കാനത് സ്വാലിഹതൻ ഖാലത് ഖദ്ദിമൂനി. ആ മയ്യത്ത് ഒരു നല്ല മനുഷ്യൻ്റെ മയ്യത്തായിരുന്നു എങ്കിൽ, ഭൂമിയിൽ വെച്ച്, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു എങ്കിൽ ആ മയ്യത്ത് പറയും, ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ എളുപ്പം എൻ്റെ ഖബറിലേക്ക് കൊണ്ടെത്തിക്കണം. വഇൻ കാനത് ഗൈറ സ്വാലിഹ. ഇനി ആ മനുഷ്യൻ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിക്കാത്ത, അതിനെ നിരസിച്ച് കളഞ്ഞിരുന്ന ആളായിരുന്നു എങ്കിൽ, ഖാലത് യാ വൈലഹ ഐന യദ്ഹബൂന ബിഹാ. ആ മനുഷ്യൻ അട്ടഹസിച്ച് പറയുമെന്നാണ്, യാ വൈലഹ, എൻ്റെ നാശമേ, നിങ്ങൾ എന്നെ കൊണ്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എന്നെ നിങ്ങൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ആ മയ്യത്ത് അട്ടഹസിക്കുമെന്ന. യസ്മഉ സൗതഹ കുല്ലു ഷൈ. ആ മനുഷ്യൻ്റെ അട്ടഹാസം, ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും ആ മനുഷ്യൻ്റെ അട്ടഹാസം കേൾക്കുമെന്ന. ഇല്ലൽ ഇൻസാൻ, മനുഷ്യൻ മാത്രം ആ അട്ടഹാസം കേൾക്കില്ല. വലൗ സമിഅഹു സ്വൈഖ. ആ മയ്യത്തിൻ്റെ അട്ടഹാസമെങ്ങാനും മനുഷ്യൻ കേട്ടിരുന്നെങ്കിൽ അവന് ബോധക്ഷയം വന്നു പോകുമായിരുന്നു എന്ന്. അത്രമാത്രം ഭയാനകരമായ, അത്രമാത്രം മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന അട്ടഹാസമാണ് മയ്യത്തിനുള്ളത് എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വേഗത്തിൽ നിങ്ങൾക്ക് ആ മയ്യത്തിനെ മറമാടാൻ സാധിക്കുമോ അത്രയും വേഗം ആ മയ്യത്തിനെ മറമാടണമെന്നാണ്. 2 കാരണങ്ങളുണ്ട് അതിന്. ഒന്ന്, ഒരു സ്വാലിഹായ മയ്യത്താണ് എങ്കിൽ ആ മയ്യത്തിനെ കാത്തിരിക്കുന്ന സ്വർഗത്തിൻ്റെ അനുഭൂതിയിലേക്ക് എത്രയും പെട്ടെന്ന് അതിനെ കൊണ്ടെത്തിക്കണം. അതല്ല, സ്വാലിഹായ ഒരു മനുഷ്യൻ്റെ മയ്യത്തല്ല എങ്കിൽ ആ ഭാരം എത്രയും പെട്ടെന്ന് നമ്മുടെ ചുമലിൽ നിന്ന് ഇറക്കി വെക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഈ ദുനിയാവിലുള്ള അവൻ്റെ ജീവിതം അവസാനിച്ചുവെന്നാണ്. പിന്നീട് ദുനിയാവിലേക്ക് ഒരു മടക്കമില്ല, പിന്നീടൊരു ജീവിതമില്ല. അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുന്ന ഒരുപാട് ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കും, ദുനിയാവിലേക്ക് ഒന്നുകൂടി തിരിച്ചയക്കാൻ വേണ്ടിയിട്ട്, ഒരിക്കൽ കൂടി ദുനിയാവിലെ ഒരു ജീവിതം തന്നിരുന്നെങ്കിൽ അള്ളാഹ് നീ ഏർപ്പെടുത്തിയ എല്ലാ നിബന്ധനകളും അനുസരിച്ച്, നിന്നെ മാത്രം ആരാധിച്ച് നീ ഏർപ്പെടുത്തിയ എല്ലാ ആരാധന കർമ്മങ്ങളും നിർവഹിച്ച്, അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ ഞങ്ങൾ ജീവിക്കാമെന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുന്ന ആളുകളുണ്ട്, അടിമകളുണ്ട്. പക്ഷെ അള്ളാഹ് പിന്നീട് ദുനിയാവിലേക്ക് തിരിച്ചയക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ മരണപ്പെടുന്ന ഓരോ ആളുകളും അവർ പിന്നീട് ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്ന് ഖുർആനും സുന്നത്തും കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, ഈ ദുനിയാവിൽ ഇത്രയും കാലം കടന്നുപോയ മുഴുവൻ മനുഷ്യരും, നമുക്ക് ശേഷം ഇനി വരാനിരിക്കുന്ന ഒരുപാട് തലമുറകളുണ്ട്.
അവരെല്ലാവരും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കപ്പെടും. ആദ്യം സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഈ ദുനിയാവ് നഷ്ടപ്പെടുമെന്നാണ്. അതൊരു ഘോരമായ ശബ്ദമാണ്. ആ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഈ ഭൂമിയിലുള്ള എന്തെല്ലാം ഉണ്ടോ എല്ലാ സർവ്വ ജീവജാലങ്ങളും എല്ലാ മനുഷ്യരും ദുനിയാവ് തന്നെ നഷ്ടപ്പെടും, നശിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ, പരിശുദ്ധ ഖുർആൻ പറയുന്നതാ. ആ ദുനിയാവിൽ എന്തെല്ലാം ഉണ്ടോ, എന്തൊക്കെയുണ്ടോ അതെല്ലാം നശിപ്പിക്കപ്പെടും, അതെല്ലാം താറുമാറാക്കപ്പെടും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, നിന്റെ റബ്ബിന്റെ മുഖം മാത്രമാണ് ആ നാളിൽ അവശേഷിക്കുന്നത്. അന്ന് നിന്റെ റബ്ബ് മാത്രമായിരിക്കും അവശേഷിക്കുക. മറ്റെന്തെല്ലാം ഈ ദുനിയാവിൽ ഉണ്ടായിരുന്നോ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് അള്ളാഹുവിന്റെ റസൂലും ഖുർആനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ ഊത്തിനു ശേഷം ആദ്യത്തെ കാഹളത്തിൽ ഊതപ്പെടുന്നതിന് ശേഷം വീണ്ടും രണ്ടാമതൊന്നുകൂടി കാഹളത്തിൽ ഊതപ്പെടുമെന്നാണ്. അങ്ങനെ ആ രണ്ടാമത്തെ ഊത്തിലാണ് ഭൂമിയിൽ ഇത്രയും കാലം മരണപ്പെട്ട, ആദ്യമായി കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളെല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, അത് നമ്മൾ തിരിച്ചറിഞ്ഞ സത്യമാണ്. പക്ഷേ അത്രയും കാലം ഈ ഊത്ത് കഴിഞ്ഞ് ഒന്നാമതായി കാഹളത്തിൽ ഊതപ്പെട്ടതിന് ശേഷം രണ്ടാമതായി കാഹളത്തിൽ ഊതപ്പെടുന്നത് വരെ, അതല്ലെങ്കിൽ നമുക്ക് മുന്നേ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ നമ്മൾ മരണപ്പെട്ടാലും ഈ ലോകം അവസാനിക്കുന്നത് വരെ രണ്ടാമത് കാഹളത്തിലൂതി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ നമുക്കൊരു ജീവിതമുണ്ടെന്നാണ്. അത്രയും കാലം ഈ മരണപ്പെട്ട മനുഷ്യർ, ഈ മരണപ്പെട്ട ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന മനുഷ്യർ അവരെവിടെയാണ് ജീവിക്കുന്നത്, അവരെന്താണ് അനുഭവിക്കുന്നത്, എന്തനുഭൂതിയാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് വരെ മനുഷ്യന് മറ്റൊരു ജീവിതം കൂടി ഉണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ അവർക്ക് പിന്നിലൊരു മറയുണ്ടെന്നാണ്, അവർക്ക് മറ്റൊരു ജീവിതം കൂടി ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് മനുഷ്യന്റെ ബർസഖിയായ ജീവിതം. ഖബറിലുള്ള ഏതൊരു മനുഷ്യനും, ഭൂമിയിൽ പിറന്നു വീണ ഏതൊരു മനുഷ്യനും അനുഭവിക്കേണ്ട ഖബറിലുള്ള ജീവിതമെന്ന് അള്ളാഹുവിന്റെ റസൂലും പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഖബറിലെ ജീവിതമാണ്, ആ ഖബർ എന്ന വീടാണ് ഒരു മനുഷ്യന്റെ അവന്റെ ആഖിറത്തിലെ ആദ്യത്തെ ഭവനം. ആ ഭവനത്തിൽ കയറിയിട്ടല്ലാതെ, ആ ഭവനത്തിൽ എന്തെല്ലാം അനുഭവിക്കാനുണ്ടോ അതെല്ലാം അനുഭവിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യനും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കപ്പെടുകയില്ല എന്ന് അള്ളാഹിന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഖബർ ജീവിതത്തിൽ, ആ ഖബറിന്റെ അന്ധകാരത്തിൽ ഒരു മനുഷ്യന് തമ്മിലും ഒരു വ്യത്യാസവുമില്ല. അവിടെ അടിമയെന്നോ ഉടമയെന്നോ പണക്കാരനെന്നോ ദരിദ്രനെന്നോ ഒരു രൂപത്തിലുള്ള അധികാരിയെന്നോ അധികാരമില്ലാത്തവനെന്നോ ഒരു രൂപത്തിലുള്ള വേർതിരിവുമില്ല. അവിടെ എല്ലാവരും തുല്യരാണ്. നമ്മൾ കണ്ടതുപോലെ പണക്കാരനെയും ധനികനെയും ദരിദ്രനെയും എല്ലാം കൊണ്ടുപോകുന്നത് ഒരേ ആളടി മണ്ണിലേക്കാണ്. അവിടെ ഒരു വ്യത്യാസവും കാണുവാൻ നമുക്ക് സാധ്യമല്ല. അവിടെ ആ ഖബറിൽ എല്ലാവരും അനുഭവിക്കാൻ പോകുന്നത് ഒരേ അന്ധകാരമാണ്. അവിടെയാണ് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്, ആ അന്ധകാരത്തിൽ, ആ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഇരുട്ടിൽ ആ മനുഷ്യന് പ്രകാശമേകുന്നത്, വെളിച്ചമേകുന്നത് അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുള്ള അമലുകളുണ്ടോ, സൽപ്രവർത്തനങ്ങളുണ്ടോ, ആ സൽപ്രവർത്തനങ്ങളായിരിക്കും ആ ഖബറിൽ അവന് ആശ്വാസമായിട്ടുണ്ടാവുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയുള്ള കർമ്മങ്ങളാണ് വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ മാത്രമാണ് അവിടെ തണലായി നിലനിൽക്കുക. അതല്ലാത്തവരുടെ പ്രവർത്തനങ്ങൾ, വിശ്വാസമില്ലാത്ത ആളുകളുടെ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ടാകും. ദുനിയാവിൽ ആളുകളെ സഹായിച്ച, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിച്ച ആളുകളുണ്ടാകും. പക്ഷേ വിശ്വാസമില്ലേ, അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് അള്ളാഹു കടന്നു ചെല്ലുമെന്നാണ്. എന്നിട്ട് ധൂളികളാക്കി ഒരു ഉപകാരവുമില്ലാത്ത രൂപത്തിൽ ആ പ്രവർത്തനങ്ങളെ അള്ളാഹു മാറ്റുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നാളെ ഖബറിലേക്ക് അത് ഉപകാരപ്പെടണോ, അത് നമുക്ക് പ്രകാശമേകണോ, വെളിച്ചമേകണോ, നമ്മുടെ പ്രവർത്തനങ്ങൾ വിശ്വാസത്തോട് കൂടിയായിരിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖബർ കണ്ടിട്ടുണ്ടെങ്കിൽ, ഖബറിനരികിലൂടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പൊട്ടിക്കരയുമായിരുന്നു. അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനയുമാറി അദ്ദേഹം പൊട്ടിക്കരയും. ഇദാ വഖഫ അലാ ഖബ്രിൻ ബകാ ഹത്താ യബുല്ലു ലഹ്യതുഹു, അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ കുതിർക്കുമാറി അദ്ദേഹം പൊട്ടിക്കരയുമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഫഖീല ലഹു തുദ്കറുൽ ജന്നത്തു വന്നാർ ഫലാ തബ്കി വതബ്കി മിൻ ഹാദാ, നിങ്ങൾ എന്തിനാണ്, സ്വർഗത്തെക്കുറിച്ചുള്ള വാർത്തകളുണ്ട്, നരകത്തെക്കുറിച്ചുള്ള വാർത്തകളുണ്ട്, ഇതിനെക്കുറിച്ചെല്ലാം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഖബർ കണ്ട്, ഈ ഖബറിനെ കണ്ട് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്, എന്തിനാണ് ഈ ഖബർ കണ്ട് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന് കൊടുക്കുന്ന മറുപടിയുണ്ട്,
എൻ്റെ റസൂൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തെ ആദ്യത്തെ ഗേഹം, ആദ്യത്തെ ഭവനം എന്ന് പറയുന്നത് അത് ഖബറാണ്. ആ ഖബറിന്റെ ജീവിതമാണ് പരലോകത്തിലേക്ക് നമ്മൾ കടക്കുന്നതിൻ്റെ ആദ്യ പടി എന്ന് മഹാനായ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫഇന്നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു. ആ ജീവിതത്തിൽ ആരെങ്കിലും എളുപ്പം അനുഭവിച്ചോ, പ്രയാസം അനുഭവിക്കാതെ സുഖകരമായ ജീവിതം അനുഭവിച്ചിട്ടുണ്ടോ, അവിടെ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അതിനുശേഷമുള്ള അവൻ്റെ വിചാരണ അവന് എളുപ്പമായിരിക്കും. അതിനുശേഷമുള്ള അവൻ്റെ ജീവിതം മുഴുവൻ അവന് സുഖകരമായിരിക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങാനും ആ ഖബറിലെ ജീവിതത്തിൽ അവിടെ എങ്ങാനും പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആഖിറത്തിന്റെ ജീവിതത്തിന്റെ എന്തെല്ലാം ഭാഗങ്ങളുണ്ടോ അവിടെയെല്ലാം പ്രയാസമായിരിക്കും, അവിടെയെല്ലാം പരാജയമായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലൽ ഖബ്റു അഫ്ളു മിൻഹു. അല്ലാഹുവിന്റെ റസൂലിന് നരകം കാണിക്കപ്പെട്ടിട്ടുണ്ട്, സ്വർഗം കാണിക്കപ്പെട്ടിട്ടുണ്ട്. മഹ്ശറയിലെ അവസ്ഥയെക്കുറിച്ച് അള്ളാന്റെ റസൂലിന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അള്ളാന്റെ റസൂൽ പറഞ്ഞത് ഖബറിനെ പോലെ പേടിപ്പെടുത്തുന്ന, ഖബറിനെ പോലെ ഭയാനകരമായ മറ്റൊരു കാഴ്ചയും എനിക്ക് കാണിക്കപ്പെട്ടിട്ടില്ല എന്ന് അള്ളാന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഖബറിലെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഖബറിലെ ജീവിതത്തെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ആ ഖബറിലെ ജീവിതമെങ്ങാനും നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ജീവിതം, ആഖിറത്തിന്റെ ജീവിതം മുഴുവൻ നഷ്ടമായിരിക്കുമെന്നാണ് അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ മരണപ്പെട്ട് നമ്മൾ ആ മനുഷ്യനെ ഖബറിലേക്ക് വെക്കുമ്പോൾ ആ ഖബറ് ആ മനുഷ്യനെ ഒന്ന് ചേർത്തിണക്കി പിടിക്കുമെന്നാണ്, ഒന്ന് അടച്ചു പിടിക്കുമെന്നാണ് മഹാനായ റസൂല് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, റസൂലുമായി അടുത്ത ബന്ധമുള്ള സ്വഹാബിയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെക്കുമ്പോൾ നിറകണ്ണുകളോട് കൂടി റസൂൽ പറഞ്ഞ വാക്കുകളുണ്ട്, ഇന്നലിൽ ഖബരി റഹ്ത, ഇന്നലിൽ ഖബരി റഹ്ത. ഖബറിന് ഒരിണക്കമുണ്ട്, ഒരു പിടുത്തമുണ്ട്. ലൗ കാന അഹദുൻ നാജിയൻ മിൻഹാ നജാ സഅദ് ബിൻ മുആദ്. അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, അതിൽ നിന്ന് ആർക്കെങ്കിലും ഇളവ് ലഭിക്കുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് ആ ഇളവ് ലഭിക്കുമായിരുന്നു എന്ന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 31 വയസ്സിലാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശവുമായിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ സന്ദർഭത്തിൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങളുടെ നാട്ടിൽ ഫിത്നയുണ്ടാക്കാൻ വന്ന, കുഴപ്പമുണ്ടാക്കാൻ വന്ന ആ മുസ്അബിനെ വധിച്ച് കളയണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കയ്യിൽ ഒളിപ്പിച്ച് പിടിപ്പിച്ച് കടാരിയുമായിട്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നത്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വീണ പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയും തൻ്റെ ബനു അശ്അൽ ഗോത്രം, അദ്ദേഹം ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ബനു അശ്അൽ ഗോത്രത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം കൈമാറി ആ ഗോത്രത്തെ ഒന്നടങ്കം ഒരാൾ പോലും വിടാതെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് മതം മാറ്റിയ, പരിവർത്തനമുണ്ടാക്കിയ ചരിത്രമാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. ആ സ്വഹാബിയാണ് മഹാനായ പ്രവാചകൻ ബദ്ർ യുദ്ധത്തിന്റെ സന്ദർഭത്തിന്റെ വേളയിൽ മഹാന്മാരായ സ്വഹാബാക്കളോട് മുഹാജിറുകൾ പറഞ്ഞു, റസൂലെ മദീനക്ക് പുറത്തുപോയി നമ്മൾ യുദ്ധം ചെയ്യാം, ഞങ്ങളുടെ റസൂലെ താങ്കളുടെ കൂടെ എന്ന് പറയുമ്പോൾ അൻസാറുകളുടെ അടുക്കൽ നിന്ന് മറുപടിയില്ലാത്ത വേളയിൽ, അല്ലാഹുവിന്റെ റസൂല് ആശങ്കപ്പെട്ടിരിക്കുന്ന വേളയിൽ, അല്ലാഹുവിന്റെ റസൂല് ഭയപ്പെട്ടിരിക്കുന്ന വേളയിലാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ താങ്കളിൽ വിശ്വസിച്ചവരാണ് ഞങ്ങൾ, താങ്കൾ കൊണ്ടുവന്നത് എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം വിശ്വാസമർപ്പിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങളെ കൊണ്ട് താങ്കൾ ഒരു കടലിൽ പോയി ആ കടലിൽ താങ്കൾ ഊളിയിട്ടാൽ, താങ്കൾ മുങ്ങിയിട്ടുണ്ടെങ്കിൽ താങ്കളുടെ കൂടെ ഞങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, അതല്ല താങ്കൾ ഞങ്ങളെ കൊണ്ടുപോകുന്നത് യമനിന്റെ ബിറക്കുൽ ഇമാദി എന്ന ഒരു സൈന്യത്തെ നയിച്ചു കൊണ്ടുപോകുവാൻ ഏറ്റവും പ്രയാസമുള്ള ആ മലഞ്ചെരുവിലൂടെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂലെ അവസാന ശ്വാസം വരെ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആണ് ഖന്തഖ് യുദ്ധവേളയിൽ അദ്ദേഹത്തിന്റെ കാൽത്തുടയിൽ തറച്ച ഒരമ്പ്, അദ്ദേഹത്തിന് മാരകമായി മുറിവേറ്റ, അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് നിൽക്കാതെ രക്തമൊലിക്കുന്ന ആ ഘട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, മദീന പള്ളിയുടെ അരികിൽ
നിലത്ത് കണ്ട ചോരപ്പാടുകളെ കുറിച്ച് ചോദിച്ചു, അതാരുടെ രക്തമാണെന്ന്. അത് സഅദിന്റെ രക്തമാണെന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നാണ്. അത്രമാത്രം ദീനിന് സേവനമനുഷ്ഠിച്ച അള്ളാഹിന്റെ റസൂലിന് ആശ്വാസമേകിയ സന്ദർഭങ്ങളിൽ, അള്ളാഹിന്റെ റസൂലിന് പ്രയാസം അനുഭവിച്ച ഘട്ടങ്ങളിലെല്ലാം ആശ്വാസമേകിയ ആ സ്വഹാബത്ത് മരണപ്പെടുമ്പോൾ അള്ളാഹിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ലോകത്തേക്കാൾ വിശാലമായ, ഈ ദുനിയാവിനേക്കാളെല്ലാം വിശാലമായ അള്ളാഹുവിൻ്റെ അർശ് പോലും പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. അള്ളാഹിൻ്റെ അർശ് പ്രകമ്പനം കൊള്ളുകയും ഈ ദുനിയാവിന്, ആകാശത്തിന് എത്ര കവാടങ്ങളുണ്ടോ ആ കവാടങ്ങളെല്ലാം തുറക്കപ്പെടുകയും 70,000-ഓളം മലക്കുകൾ ഈ സ്വഹാബിയുടെ മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്തുവെന്ന് അള്ളാഹിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ സ്വഹാബിയെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോഴാണ് നിറകണ്ണുകളോട് കൂടി റസൂൽ പറഞ്ഞത്, ഇന്നലിൽ ഖബരി ലഗത, ആ ഖബറിന് ഇടുക്കമുണ്ട്, പ്രയാസമുണ്ട്, വേദനിപ്പിക്കുന്ന മനുഷ്യന്റെ വാരിയല്ലുകളെ കോർത്തിണക്കുമാറ് മനുഷ്യന് പ്രയാസപ്പെടുത്തുമെന്ന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്. ആ സഅദിന് പോലും ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലോകത്തൊരു മനുഷ്യനും, ഒരു മുസ്ലിമിനും, ഒരു മുഅ്മിനിനും ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് അള്ളാഹിന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മറിച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ, വിശ്വാസമുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആ ഇടുക്കത്തോടുകൂടി പിന്നീട് ഖബർ ഒന്ന് വിശാലമാകുമെന്നാണ്, അവർക്ക് ആ ഖബർ വിശാലമാക്കപ്പെടുമെന്നാണ്. അങ്ങനെ നമ്മൾ ആ മനുഷ്യനെ മറമാടി നമ്മൾ നടന്നു പോകുന്ന നമ്മുടെ കാൽപ്പാടുകളുടെ ശബ്ദം പോലും ആ മയ്യത്തിന് കേൾക്കാൻ കഴിയും. അവിടെയാണ് 2 മലക്കുകൾ ആ മനുഷ്യരുടെ അടുക്കലേക്ക്, ആ മയ്യത്തിന്റെ അടുക്കലേക്ക് കടന്നു വരും. ചോദിക്കും, ഓരോ ചോദ്യങ്ങളുണ്ട്. മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? മാ ദീനുക, നിന്റെ മതം ഏതാണ്? മൻ റസൂലുക, നിന്റെ റസൂൽ ആരാണെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിശ്വാസികൾ മറുപടി പറയും, എൻ്റെ റബ്ബ് അള്ളയാണ്, എൻ്റെ ഇസ്ലാം, എൻ്റെ മതം അത് പരിശുദ്ധ ഇസ്ലാമാണ്. മുഹമ്മദ് നബി കൊണ്ടുവന്ന, അള്ളാഹിന്റെ റസൂലായിട്ടുള്ള, എൻ്റെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് കൊണ്ടുവന്ന ആ ആദർശമാണ്, ആ വിശ്വാസമാണ് എൻ്റേതാണെന്ന് പറയുന്ന വിശ്വാസികളുണ്ട്. മറിച്ച് വിശ്വാസമില്ലാത്ത ആളുകൾ, സ്വാലിഹല്ലാത്ത മയ്യത്തുകളാണ് എങ്കിൽ ആ മയ്യത്തുകൾക്ക് ഈ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ സാധിക്കില്ല എന്ന് അള്ളാഹിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് സ്വർഗവും നരകവും ഒരുപോലെ കാണിക്കപ്പെടുമെന്നാണ്. സ്വാലിഹായ ആളുകൾക്ക് ആദ്യം കാണിക്കപ്പെടുന്നത് നരകമാണ്. മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന ആളുകൾക്ക് ഭീതിപ്പെടുത്തുന്ന ആ സ്വർഗം, ആ നരകം അത് മനുഷ്യനെ കാണിക്കുമെന്നാണ്. സ്വാലിഹായ ഒരു മനുഷ്യന് ആദ്യം നരകത്തിന്റെ കവാടങ്ങൾ തുറന്ന് കാണിക്കപ്പെടും. എന്നിട്ട് പറയും, ഇത് നീ എങ്ങാനും നിന്റെ റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെയാണ് ജീവിച്ചിരുന്നത് എങ്കിൽ ഈ നരകത്തിലേക്കാണ് നിന്റെ റബ്ബ് നിന്നെ ഇടാൻ പോയിരുന്നത്. പക്ഷേ നീ നിന്റെ റബ്ബിനെ സ്തുതിച്ചു, നീ നിന്റെ റബ്ബിനെ അനുസരിച്ചു, അതുകൊണ്ട് നിനക്കുള്ളതല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആ നരകത്തിന്റെ കവാടങ്ങൾ അടക്കും, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന് കാണിക്കപ്പെടുമെന്നാണ്. ഇതാണ് നിന്റെ റബ്ബ് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത് വരെ ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആ മനുഷ്യന്, ആ വിശ്വാസിക്ക് ലഭിക്കുമെന്നാണ്. മറിച്ച് വിശ്വാസമില്ലാതെ മരണപ്പെട്ട സ്വാലിഹല്ലാത്ത ഒരു മയ്യത്താണ് എങ്കിൽ ആദ്യം കാണിക്കപ്പെടുന്നത് സ്വർഗമാണ്. ആ മനുഷ്യനിൽ പ്രതീക്ഷയുണ്ടാക്കും, ആ മനുഷ്യന് പ്രതീക്ഷ കൊടുക്കും. എന്നിട്ട് പറയും, നീ നിന്റെ റബ്ബിനെ അനുസരിച്ചിരുന്നു എങ്കിൽ, നിന്റെ റബ്ബിന്റെ വിധിവിലക്കുകളെ അനുസരിച്ചായിരുന്നു നീ ജീവിച്ചിരുന്നത് എങ്കിൽ ഈ സ്വർഗമാണ് നിന്റെ റബ്ബ് നിനക്ക് വേണ്ടി കാത്തുവെച്ചത്. പക്ഷേ നിന്റെ റബ്ബിനെ നീ ധിക്കരിച്ചു, നിന്നിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്റെ വാക്കുകളെ നീ ധിക്കരിച്ചു, അതുകൊണ്ട് ഈ സ്വർഗം നിനക്ക് നിഷിദ്ധമാണ്. എന്നിട്ട് നരകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നാണ്. ആ നരകത്തിലേക്കാണ് നിന്റെ റബ്ബിനെ ധിക്കരിച്ചതുകൊണ്ട് ഈ നരകത്തിലേക്കാണ് നീ എറിയപ്പെടാൻ പോകുന്നത് എന്ന് ആ മനുഷ്യനോട് പറയപ്പെടും. ആ നരകത്തിന്റെ അനുഭൂതി, ആ നരകത്തിന്റെ പ്രയാസങ്ങൾ ആ ഖബറിലെ ജീവിതത്തിൽ ആ മനുഷ്യൻ അനുഭവിക്കും, പ്രയാസപ്പെടുമെന്ന് അള്ളാഹിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഖബർ ജീവിതം സുഗമമാക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. ആ ഖബറിലെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനവും ജീവിതവും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുള്ള തൗഫീഖ് നാഥൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖല പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാൻ സാധിക്കും,
അള്ളാഹിൻ്റെ റസൂല് മക്കയിൽ അതല്ലെങ്കിൽ മദീനയിൽ, റാവിക്ക് സംശയമുള്ളത് കൊണ്ടാണ് തീർച്ചപ്പെടുത്തി പറയാത്തത്. മക്കയിലെ അതല്ലെങ്കിൽ മദീനയിലെ ഒരു തോട്ടത്തിലൂടെ റസൂൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഖബർ കാണും. ആ ഖബറുകളെ നോക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയും, യുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫി കബീർ. ആ ഖബറിലുള്ള ആളുകൾ ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രണ്ടാളുകളും ശിക്ഷ അനുഭവിക്കുന്നത് വലിയ വലിയ തെറ്റുകൾക്ക് വേണ്ടിയിട്ടല്ല. റസൂൽ പറയും, സുമ്മ ബലാ കാന അഹദുഹുമ ലാ യസ്തതിറു മിൻ ബൗലി. അതിലൊരാൾ ചെയ്ത തെറ്റ് അദ്ദേഹം മലമൂത്ര വിസർജനം നടത്തിയാൽ ശരിക്ക് വൃത്തിയാക്കുമായിരുന്നില്ല എന്നുള്ളത്. അതിൻ്റെ പേരിലാണ് ഒരാൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വിസർജനം എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിലുണ്ട് എങ്കിൽ നമ്മുടെ ആരാധനകൾ സ്വീകരിക്കപ്പെടുകയില്ല, നജസോട് കൂടിയുള്ള ആരാധനകൾ സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തണമെന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി റസൂൽ പറഞ്ഞത് വക്കാനൽ ആഖറു യംഷി ബിൻ നമീമ. നമ്മളേറെ ഗൗരവത്തോടു കൂടി കാണേണ്ട, നമ്മളെല്ലാവരും സൂക്ഷ്മത പുലർത്തേണ്ട വിഷയമാണ്. പരദൂഷണവുമായി നടന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ള ആളുകളെക്കുറിച്ച് അവരുടെ കുറവുകളും പോരായ്മകളും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ നമീമത്ത് പറഞ്ഞു നടന്ന വ്യക്തിയാണ് രണ്ടാമത് ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും ചെറിയ വിഷയമാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഈ രൂപത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിനെല്ലാം ഖബറിൽ ശിക്ഷയുണ്ടെന്ന്. ഇത് ചെറിയ ചെറിയ വിഷയങ്ങളാണ്. അതിന് പോലും ഖബറിൽ ശിക്ഷയുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യുന്ന എത്രയോ മാരകമായ തെറ്റുകളുണ്ട്, പാപങ്ങളുണ്ട്, കുറ്റങ്ങളുണ്ട്. അതിനെല്ലാം എത്ര വലിയ തെറ്റുകളായിരിക്കും, എത്ര വലിയ ശിക്ഷയായിരിക്കും ലഭിക്കുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദുഉ വയഖൂലു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അല്ലാഹുവിൻ്റെ റസൂൽ എപ്പോഴും ഖബറിലെ ശിക്ഷയെക്കുറിച്ച്, ദജ്ജാലിൻ്റെ ഫിത്നയെക്കുറിച്ച്, മരണത്തിൻ്റെ ഫിത്നയെക്കുറിച്ച് ആ രൂപത്തിലെല്ലാം റസൂൽ എപ്പോഴും അള്ളാഹുവിനോട് ശരണം തേടിയിരുന്നു, രക്ഷ തേടിയിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ രൂപത്തിൽ ആ ഖബറിലെ ശിക്ഷയെ നമ്മൾ ഭയപ്പെടുക, അതിനെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണുക. ചെറിയ ചെറിയ പാപങ്ങളാണെന്ന് വെച്ച് നമ്മൾ തള്ളിക്കറയരുത്. അതിനെല്ലാം മാരകമായ, പേടിപ്പെടുത്തുന്ന, വേദനാജനകമായ ശിക്ഷകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനും സുന്നത്തുമെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾ അവർക്ക് ഖബറിലെ ശിക്ഷയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ട് ശിക്ഷയുണ്ടോ, അങ്ങനെയുള്ള ആളുകൾക്ക് ആ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ മനുഷ്യൻ ചെയ്തെങ്കിൽ മാത്രമാണ് അതിനുള്ള പുണ്യം ലഭിക്കുക, ആ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുക. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നൊരു സമ്പ്രദായമുണ്ട്, മരണപ്പെട്ട ആളുകളുടെ ഖബറിന് മുന്നിൽ പോയിരുന്ന് മരണപ്പെട്ട സ്ഥലത്ത് വെച്ചുകൊണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്. അതിന് റസൂലിൻ്റെ സുന്നത്തിൽ ഒരടിസ്ഥാനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറിച്ച് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അത് പാരായണം ചെയ്യുക, അതുകൊണ്ട് ആ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് ഇളവിനെ ചോദിക്കുക, അതുമാത്രമാണ് റസൂലിൻ്റെ സുന്നത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ രൂപത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുക. നമ്മൾ റമദാൻ കഴിഞ്ഞ് ശവ്വാലിലാണ് നമ്മളുള്ളത്. ആ റമദാനെ തുടർച്ചയായിക്കൊണ്ട്, ആ റമദാൻ കഴിഞ്ഞുകൊണ്ട് ഈ ശവ്വാലിൽ 6 സുന്നത്ത് നോമ്പുകൾ കൂടിയുണ്ട്. അത് തുടർച്ചയായി നോൽക്കേണ്ടവർക്ക് നോൽക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ മാസത്തിൽ 6 തവണയായിട്ടും നോൽക്കാം. അങ്ങനെ നോമ്പ് നോൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ മുഴുവൻ നോമ്പും അതുപോലെ ശവ്വാലിലെ 6 നോമ്പുകളും നോറ്റ് വീട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം മുഴുവൻ നോമ്പനുഷ്ഠിച്ച പ്രതിഫലം, ഈ വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സുന്നത്ത് നമ്മൾ മുറുകെ പിടിക്കുക, അത് നഷ്ടപ്പെടുത്താതിരിക്കുക. അതുപോലെ ഏറെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുവാനുള്ളൊരു വിഷയം, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയകളും വാർത്തകളും നമ്മൾ കണ്ടതാണ്. സൗദി ജയിലിൽ വധശിക്ഷ കാത്തിരിക്കുന്ന ഒരു യുവാവ് 18 വർഷത്തോളമായിട്ട് അവിടെ ജയിലിൽ ഒരു കൊലപാതക കേസിൽ കയ്യബദ്ധം കൊണ്ട് പറ്റിപ്പോയ ഒരു തെറ്റിന് 18 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞുകൂടുന്ന ഒരു യുവാവ്, 3-4 ദിവസം കൊണ്ട് വധശിക്ഷ വിധിക്കപ്പെടുന്ന ആ യുവാവിന് വേണ്ടിയിട്ട് ഏകദേശം 34 കോടി രൂപയോളം സമാഹരിച്ച് ആ കുടുംബത്തിന് നൽകിയാൽ മാപ്പ് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മൾ മാത്രമല്ല, കേരളക്കരയിലുള്ള മുഴുവൻ മലയാളികളും, എല്ലാ ജനങ്ങളും അതിനുവേണ്ടി നെട്ടോട്ട് ഓടുമ്പോൾ ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കളക്ഷൻ ആ മനുഷ്യനെ സഹായിക്കുക, ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്.
അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നതെന്തോ അത് നമ്മൾ ചെയ്യുക. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയുടെ ഒരു വചനത്തിലുണ്ട്, കാരണമില്ലാതെ ന്യായമില്ലാതെ ഒരു മനുഷ്യനെ വധിച്ചു കളഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യം. അതുപോലെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞോ, രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതിന് തുല്യമാണ്. ഇവിടെ ഇത് രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള സംഗതിയാണ്. നമ്മൾ ആ പണം എത്തിച്ചു കൊടുത്താൽ ആ മനുഷ്യൻ രക്ഷപ്പെടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതിലേക്ക് നമ്മളാൽ കഴിയുന്ന നമ്മൾ ചെയ്താൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതിന് തുല്യമായ പ്രതിഫലം അള്ളാഹ് നൽകുമെന്ന ഉറപ്പോടുകൂടി, ആ പ്രതീക്ഷയോടുകൂടി നമ്മളതിലേക്ക് നമ്മളാൽ കഴിയുന്നത് എന്തുണ്ടോ അത് നമ്മൾ നൽകുക. നല്ല തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കബറിടം വിശാലമാക്കുകയും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഞങ്ങളെയും അവരെയും എല്ലാം നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. അള്ളാഹു ഞങ്ങൾക്കിടയിൽ മാറാ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. അള്ളാഹു ഞങ്ങൾക്കിടയിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഹലാലായ മാർഗത്തിലൂടെ പൂർത്തീകരിക്കുവാനുള്ള തൗഫീഖ് നീ നൽകണമേ നാഥ. അള്ളാഹുവെ, ഈ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രയാസമനുഭവിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. അവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. അള്ളാഹുവിൻ്റെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രയാസമനുഭവിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫലസ്തീനിലുള്ള നമ്മുടെ സഹോദരങ്ങൾ പ്രയാസമനുഭവിക്കുന്നത് കാലങ്ങളായി. അവരുടെ പ്രയാസങ്ങൾക്ക് നീ ശമനം നൽകണമേ നാഥ. ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ വിജയം ഞങ്ങൾക്ക് നൽകണമേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءك وأعداء الدين وصلى الله على نبينا محمد والحمد لله رب